ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് മസാല പാപ്പഡ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഐറ്റം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റാർട്ടർ കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉടദ് ദാലും മൂങ് ദാലും മിക്സ് ആയിട്ടുള്ള പപ്പടമാണ് എടുത്തേക്കുന്നത്. ഇത് മാർക്കറ്റുകളിലൊക്കെ മേടിക്കാൻ കിട്ടും. വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടുന്നൊരു സാധനമാണ്. നമുക്ക് എത്രയാണോ ഉണ്ടാക്കേണ്ടത് അത്രയും നമ്മൾ എടുക്കുക. ഈ പപ്പടത്തിൻ്റെ മീതെ ഇടാനുള്ള മസാല തയ്യാറാക്കാനായിട്ട് ഒരു കുക്കുംബറിൻ്റെ ചെറിയൊരു കഷ്ണം എടുക്കുക. ഇതേപോലെ അതിൻ്റെ ആ ഒരു കുറച്ച് ഭാഗം മുറിച്ച് മാറ്റിയതിന് ശേഷം ചെറിയൊരു കഷ്ണം എടുത്തിട്ട് വളരെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. തീർത്തും കട്ടി കുറച്ച് വേണം അരിയാൻ. എന്നിട്ട് വളരെ ചെറുതായിട്ട് വേണം നമ്മളിത് അരിഞ്ഞെടുക്കാൻ. നമ്മുടെ കുക്കുംബറൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടുന്നത് തക്കാളി. ഒരു തക്കാളി എടുത്തിട്ട് അതിൻ്റെ അകത്തെ ആ വെള്ളമുള്ള ഭാഗം, കുരുവും വെള്ളം ഇതെല്ലാം നമുക്ക് മാറ്റി കൊടുക്കണം. ഇതുപോലെ കത്തി വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ നമുക്കിതൊക്കെ നീക്കം ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, ഇതേപോലെ ഫുൾ അതിൻ്റെ വെള്ളവും കുരുവും എല്ലാം നമുക്ക് മാറ്റിയെടുക്കണം. കണ്ടോ, അടുത്ത പീസും ഇതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ കുരുവും വെള്ളവും മാറ്റിയെടുക്കാം. ഇനി ഇത് വളരെ കനം കുറച്ച് അരിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മുടെ കുക്കുംബർ അരിഞ്ഞ പോലെ തന്നെ. അങ്ങനെ നമ്മുടെ തക്കാളി നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടുന്നത് ഒരു സവാളയാണ്. സവാളയുടെ പകുതി മതിയാവും. അതും ഇതേപോലെ തന്നെ വളരെ കനം കുറച്ച് അരിഞ്ഞതിന് ശേഷം തീർത്തും ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കുക. അതും കൂടെ നമുക്ക് നമ്മുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് മല്ലിയിലയാണ്. അതും ഇതേപോലെ തന്നെ വളരെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. ഇപ്പം നമ്മൾ ഈ അരിഞ്ഞു വെക്കുന്ന ഒരു കൂട്ടിലേക്കും നമ്മൾ ഒരു ഉപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മസാലപ്പൊടിയോ ഒന്നും ചേർക്കത്തില്ല. അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തു നിന്നൊക്കെ വെള്ളം ഒലിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ മല്ലിയില അരിഞ്ഞ് കഴിയാറായി. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നമ്മുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് സൈഡിലോട്ട് മാറ്റി വെക്കുക. ഇനി നമുക്കൊരു മസാല ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല, ഒരു 1/4 ടീസ്പൂൺ മിച്ചം അംചൂർ പൊടി, ഒരു 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ മിച്ചം ബ്ലാക്ക് സോൾട്ട്, 1/4 ടീസ്പൂൺ മിച്ചം മുളക് പൊടി, കുറച്ച് സാദാ ഉപ്പ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മളിതിൽ ഇടാനുള്ള നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം വറക്കാം. അതിനായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഇതേപോലെ പപ്പടം ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ പപ്പടം ഇടുമ്പം ആ എണ്ണയുടെ മീതെ ഇട്ട് കൊടുക്കുക. അത് അടിയിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഷേപ്പൊക്കെ മാറി വരും, വളഞ്ഞും തിരിഞ്ഞൊക്കെ വരും. അതിനാണ് നമ്മൾ മുകളിൽ തന്നെ നമ്മുടെ പപ്പടം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഷേപ്പിൽ ഒരേപോലെ നമുക്ക് നമ്മുടെ പപ്പടം റെഡിയായിട്ട് കിട്ടും. നമ്മുടെ പപ്പടം എടുത്ത് മാറ്റി വയ്ക്കാം. ഇതേപോലെ നമുക്ക് 2 3 നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പപ്പടം റെഡിയാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റാർട്ടറാണ്. ഇതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു വിഭവം തന്നെയാണ്. തിരിച്ച് മറിച്ച് വിട്ട് ഞാനിവിടെ 3 പപ്പടമാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇനി ഇതിൻ്റെ മീതെ നമ്മൾ മസാല എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരു പപ്പടം നമ്മൾ പ്ലേറ്റിൽ വെച്ചതിന് ശേഷം ആദ്യമേ അതിൻ്റെ മീതെ കുറച്ച് നമുക്ക് മസാല നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നില്ലേ, അത് തൂക്കി കൊടുക്കാം കുറേശ്ശെ. ഏകദേശം നന്നായിട്ട് തൂക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മസാലകളില്ലേ, നമ്മുടെ കൂട്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. പപ്പടം റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം വെച്ചുകൊണ്ടിരിക്കരുത്. വേഗം തന്നെ ഇത് കഴിക്കണം. ആ കഴിക്കുന്ന സമയത്താണ് നമ്മളിതിൻ്റെ മീതെ ഇതെല്ലാം ഇട്ട് റെഡിയാക്കുന്നത്. അങ്ങനെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ടൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മീതെ കുറച്ചുകൂടി നമ്മുടെ മസാലപ്പൊടി തൂവുക.
എന്നിട്ട് അതിൻ്റെ മീതെ കുറച്ച് ഭുജിയ നമ്മൾ ഈ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. പക്ഷേ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. ഇതേപോലെ വീട്ടിലുണ്ടാക്കി ചേർക്കാം. അതല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ആലു ഭുജിയോ അല്ലെങ്കിൽ സാദാ ഭുജിയോ അങ്ങനെ നമുക്കിതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല പാപ്പഡ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.